കോതമംഗലം ടൗണിൽ പുലർച്ചെ പരിഭ്രാന്തി പരത്തി അന്യസംസ്ഥാന തൊഴിലാളിയുടെ ആക്രമണം. കടകൾക്കും വഴിയാത്രക്കാർക്കും നേരെ അക്രമം അഴിച്ചുവിട്ട ഇയാൾ ആംബുലൻസ് സർവീസ് നടത്തുന്ന സ്ഥാപനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. ചൊവ്വാഴ്ച പുലർച്ചെ നഗരത്തിലെത്തിയ അന്യസംസ്ഥാന തൊഴിലാളിയാണ് അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചുവിട്ടത്. ടൗണിലെ വിവിധ കടകൾക്കും വഴിയാത്രക്കാർക്കും നേരെ ഇയാൾ പ്രകോപനപരമായി പെരുമാറിയെന്നാണ് ലഭിക്കുന്ന വിവരം. ആക്രമണത്തിനിടെ കോഴിപ്പള്ളി കവലയ്ക്ക് സമീപം സെന്റ് തോമസ് ആംബുലൻസ് സർവീസ് നടത്തുന്ന സ്ഥാപനത്തിന്റെ ചില്ലുകൾ ഇയാൾ അടിച്ചു തകർത്തു. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് കടയുടമ സാബു പറഞ്ഞു. ഇന്ന് വെളുപ്പിന് 4 മണിക്ക് ഒരാളെന്നെ അറിയിച്ചത് കട തല്ലിപ്പൊളിക്കണു എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു നോക്കിയപ്പോൾ എൻ്റെ കടയുടെ 2 ഗ്ലാസും അടിച്ചു പൊളിച്ച് കടയുടെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയില്ല. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വിവരം ലഭിച്ചതിനെ തുടർന്ന് കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മാനസിക വൈകല്യമുള്ള വ്യക്തിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.